ചേച്ചി ഓർമുഖങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു നിമിഷം. ഞങ്ങളിങ്ങനെ കേൾക്കുകയായിരുന്നു ചേച്ചി വാർത്ത വായിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുമോ? എല്ലാ ദിവസവും രാവിലെ 9:30 വായിക്കും, 1 മണിക്കൂർ വായിക്കും. ഇതാണ് ഇവിടെ ഈ രാഷ്ട്രീയ ബോധ്യം ഇത്ര ശക്തമായി ഈ ഒരു മേഖലയിലൊക്കെ ഉണ്ടായതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ അതിലൊക്കെ കാണാം. നമ്മുടെ പല നേതാക്കളും ഇത്തരത്തിൽ ഈ വാർത്ത വായിച്ചു കൊടുത്തവരും വാർത്ത വായിച്ച് കേട്ടവരും ഒക്കെ ആയിരുന്നു. ആ ഒരു ബോധ്യമാണ് ഈ ഒരു മേഖലയുടേത്. പക്ഷേ മലബാറിന് പുറത്തുള്ളവർക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു നമ്മളിവിടെ വരുമ്പോൾ ഇത് കാണുമ്പോൾ. പക്ഷെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈങ്ങയിൽ പീടിക അല്ലേ? ഈങ്ങയിൽ പീടികയിലുള്ള വടകര മണ്ഡലത്തിലാണ്. അതെ, ഈങ്ങയിൽ പീടികയിൽ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. അതെ, അപ്പോൾ എല്ലാവരും കൊടിയേരി ഈങ്ങയിൽ പീടിക. അപ്പോൾ എല്ലാവരും ഇവിടെ ജോലിക്കിടയിൽ തന്നെ നമ്മളോട് സംസാരിക്കും. ചേച്ചി, എങ്ങനെ പോകുന്നു ഇലക്ഷൻ കാല പ്രവർത്തനങ്ങളൊക്കെ? ഇലക്ഷൻ കാല പ്രവർത്തനമെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. പ്രത്യേകിച്ചിട്ട് വടകര നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ശൈല ടീച്ചറാണ് ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ വളരെ ഇതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ടീച്ചർ മുന്നോട്ട് പോവുകയാണ്. ടീച്ചർ ഏത് കാര്യം ടീച്ചർ ഏറ്റെടുത്ത് ടീച്ചർ ഏത് കാലത്തും ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മുടെ ജനങ്ങളോട് വളരെ ഇതായിട്ട് ടീച്ചർ അത്രയും മികവ് കാണിച്ചിട്ടാണ് ടീച്ചർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോക്സഭയിലേക്ക് ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ശൈല ടീച്ചർ ജയിച്ചു പോയി കഴിഞ്ഞാൽ അന്ന് ടീച്ചറെ ആ ലോക്സഭയിൽ നിന്നുള്ള ആ ശബ്ദം നമുക്ക് ഉറപ്പാണ്, ജയം 100% ഉറപ്പാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ടീച്ചറെ പോലെയുള്ള ഒരു നേതാവ് ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോകേണ്ടതുണ്ട്.